എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോണ ഒരു ആളാരാന്ന് വെച്ചാൽ പ്രവീണാണ്. പ്രവീൺ ഒരിക്കലും മോഹൻലാലിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്നെക്കാളും കളിക്കാത്ത ആൾക്കാരവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന വരെ ഇത്രയും ദിവസങ്ങളായിട്ട് എല്ലാ മത്സരാർത്ഥികളെ ഇതുവരെ പരിചയപ്പെടാത്ത ആൾക്കാരവിടെ ഇരിക്കുക. എന്നിട്ട് എന്നെ 100% കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്നെ എന്തിനാ ലാലേട്ട പുറത്താക്കിയേ, എനിക്ക് വളരെ സങ്കടമുണ്ട് എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രവീൺ എന്താണ് കൊടുത്തത്? അവൻ അന്ന് കയറി അന്ന് മുതൽ അവൻ മരവാഴിയാണ്. അവൻ്റെ വായ തുറന്നത് എപ്പോഴാണ്? കിച്ചണിൽ ചെന്നതിന് ശേഷം അവൻ്റെ വായ തുറന്നത്. ആ അവന് നാവുണ്ടോയെന്ന് അറിഞ്ഞത് അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനത്തെ ഒരാൾ ഈ നമ്മുടെ സാബുമോനെ കുറ്റം പറയാനായിട്ട് എന്ത് യോഗ്യതയുള്ള ഈ ആൾക്ക്? ഇവനൊക്കെ യൂട്യൂബേഴ്സാന്ന് പറയണത്, യൂട്യൂബറാന്ന് പറയുന്നത് നമുക്ക് നാണക്കേട് തോന്നുക. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് ലാലേട്ടനോട് വന്ന് പറയാം, എനിക്കിപ്പോൾ പോണൊരു വിഷമമുണ്ട്, ഞാൻ 100% കൊടുത്തു. നീ 1% കൊടുത്തിട്ടുണ്ടോ ഞങ്ങൾക്ക്? ഈ പ്രേക്ഷകർക്ക് എന്തെങ്കിലും നീ 1% നീ കണ്ടന്റ് കൊടുത്തിട്ടുണ്ടോ? നീ അവിടെ പോയിട്ട് അവിടെ ഒരു കുന്തം ചെയ്തില്ല, ഒരു തേങ്ങയും ചെയ്തില്ല, ഒരു മണ്ണാങ്കട്ടി ചെയ്തില്ല. നീ അവിടെ നിന്ന് നിന്നെ സാബുമാൻ പിന്നെ അവിടെ ഇരുന്നോട്ടെ, പാവം. അതാ ഒരു ശല്യമില്ലാണ്ടിരിക്കുന്നത്. അതവിടെ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് സഹിക്കാൻ അത്രയുള്ള ബുദ്ധിമുട്ട്. നിന്നെ അത്രയും പോലും സഹിക്കാൻ പറ്റില്ല. നീ ഒരു പ്രേമരോഗിയാണ്. നീ വന്നപ്പോൾ തന്നെ അനിമോളുടെ മേല് കയറി അനിമോളായിട്ട് ഭയങ്കര കമ്പനി കൂടി. അപ്പോൾ നീ പുറത്തുനിന്ന് പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നീ എന്തുണ്ടായി? അനിമോളായിട്ട് ലവ് സ്റ്റാച്ചറി ഒന്ന്, പക്ഷേ അനിമോൾ ഒന്നിലും വിടാത്തതാണ്. ബ്രാലിൻ്റെ പോലെ വഴുക്കി പോവും, പിടിച്ചാൽ പിടി കിട്ടില്ല. അപ്പോൾ അവിടെ പിടുത്തം കിട്ടില്ല എന്ന് പറഞ്ഞോട്ട് നീ നേരെ മത്താനിയുടെ അടുത്തേക്ക് പോയി. മത്താനി ആയിട്ടായിരുന്നു പിന്നെ നിനക്ക് കമ്പനി. നീ പുറത്ത് പോയപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞതും മസ്താനിയാണല്ലോ, നിന്നെ അധികം കെട്ടിപ്പിടിച്ചതും മസ്താനിയാണല്ലോ. അപ്പോൾ നീ എന്താ പറഞ്ഞേ? വിട് മസ്താനി, ഇതൊക്കെ ഒരു ടാസ്ക് അല്ലേ, നീ നന്നായി ടാസ്ക് കളിക്കൂ. വേണ്ട, നിന്റെ പിന്നാലെ തന്നെ അവളെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇനി പുറത്ത് പോയിട്ട് കെട്ടിപ്പിടിക്കുകയെ വർത്താനം പറയുക എന്ത് വേണമെങ്കിലും ആവാം, ഞങ്ങളൊന്നും കാണുന്നില്ല, അതാണ് നല്ലത്. അപ്പോൾ അതുപോലെ ഒരു സ്ട്രാറ്റജിയും ഒരു ക്വാളിറ്റിയും വൃത്തികെട്ട ഒരു വ്യക്തിയാണ് ഇവനെ പുറത്ത് വിട്ടത് ബിഗ് ബോസ് അടിപൊളിയായിട്ടുണ്ട്. ആ സാബുമോൻ അവിടെ ഇരുന്നോട്ടെ, പാവം, അതിനൊന്നും ശല്യമില്ല. അടുത്ത ആഴ്ച പോവും, അത് വേറെ കാര്യം. എന്നാലും ഇവൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഈ എയർപോർട്ടിലെത്തിയിട്ട് പെറ്റമ്മ സഹിക്കില്ല. ഇവനൊക്കെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കടത്തിയ ബിഗ് ബോസ് ഇപ്പോഴാവും ഇവനിതൊക്കെ ആലോചിച്ചിട്ട് വിഷമം വരുന്നത്. നമുക്ക് എന്തായാലും അവൻ്റെ ഒരു വീഡിയോ, എയർപോർട്ടിലെത്തിയ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനിമോള് പറഞ്ഞതിൽ ഒരു എക്സ്റ്റെന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നെക്കാട്ടി കൂടുതൽ അവിടെ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാരുണ്ട്. നിങ്ങൾ ഗെയിം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. സോ അതെനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ലാലോട്ടോട് മാത്രമല്ല, ബിഗ് ബോസിനോട് അവിടെ ആർക്കും ഒട്ടും ബഹുമാനമില്ല. കാരണം ബിഗ് ബോസ് സോഫയിൽ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20-25 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാവരും വരാറുള്ളൂ. ഒരു ദിവസം ഭയങ്കര ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, ആരും തിരിച്ച് റെസ്പോണ്ട് ചെയ്തില്ല. ബിഗ് ബോസ് തന്നെ പറഞ്ഞു വന്നതിൽ ഏറ്റവും മോശം കണ്ടസ്റ്റൻസ് ആണ് ഞങ്ങളെന്ന് പറഞ്ഞു. ഒട്ടും യോജിക്കുന്നില്ല. ഞാനത് പറയുകയും ചെയ്തു. അത് അവരെ ഇമ്മീഡിയറ്റ്ലി എവിക്റ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലക്ഷ്മി ഇത്രത്തോളം ഹേറ്റഡ് എന്തിനു സ്പ്രെഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഇവൻ ലാലേട്ടൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും അവരെ എന്നുള്ളത്. അതിലും കൂടുതൽ വലിയൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നൽകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം പുറത്തായിട്ട് ഇപ്പൊ വൈൽഡ് കാർഡ് വന്നതിന് ശേഷം ഇപ്പം അതിനുശേഷം നമ്മൾ അഭിഷേകത്തോട്ട് കയറിയിരുന്നു. അപ്പം അതിനുശേഷം ഈ ലക്ഷ്മി പെട്ടെന്ന് ഒരു ഫയറിലേക്ക് വന്നു. അപ്പൊ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ നിലവിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ നടന്നിട്ടുണ്ട്. കാരണം ലക്ഷ്മി ഇതുപോലെ ഞങ്ങളൊരു അവർ കയറിയ സമയത്ത് അഭിഷേക്, പിന്നെ എനിക്ക് തോന്നുന്നു സെറീന ആൻഡ് മാരാര കയറിയ അന്ന് രാത്രി ഞങ്ങൾ ഗാർഡനിൽ ഇരുന്ന സമയത്ത് ലക്ഷ്മിയായിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, എനിക്ക് ചെറിയ ക്ലൂസ് കിട്ടിയിട്ടുണ്ട്, എനിക്കിതുപോലെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഗെയിം മാറ്റാൻ സമയമായി, ഞാൻ കോണ്ടന്റുകൾ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആര് പറഞ്ഞിട്ടാണ് ലക്ഷ്മി ഇത് കിട്ടിയെന്ന് വെച്ചപ്പോൾ ലക്ഷ്മി ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു, അത് അഭിഷേകാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ലക്ഷ്മി പക്ഷേ ഡയറക്ട്ലി സംസാരിച്ചില്ല. കാരണം ഞങ്ങൾ പല കോൺവെർസേഷൻ അവിടെ നടക്കുന്നത് സോഫയിൽ ഇങ്ങനെ എഴുതുമായിരിക്കും, അല്ല ഞങ്ങൾക്ക് കുറച്ച് സൈൻ ലാംഗ്വേജ് ഉണ്ട്. ആ സൈൻ ലാംഗ്വേജിൽ അഭിഷേക് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി മസ്താനിനെ യൂസ് ചെയ്തതാണ്, ട്രിഗർ ചെയ്തതല്ല. ലക്ഷ്മി കോണ്ടന്റിന് വേണ്ടിയാണ് മസ്താനിനെ യൂസ് ചെയ്തത്. കാരണം ഞാൻ ഇനിയും പറയുന്നു, കാരണം എനിക്കറിയത്തില്ല അത് ഔട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മസ്താനി ഒരിക്കലും കോണ്ടന്റിന് വേണ്ടി ചെയ്തൊരു പരിപാടിയല്ല ഒനിയിൻ്റെത്. മസ്താനിക്ക് അങ്ങനെ ഒരു ഗുഡ് ടച്ചോ ബാഡ് ടച്ചോ ഫീൽ ചെയ്തു. അത് സംസാരിക്കണം എന്നുള്ള രീതിയിൽ വളരെ ക്ലോസ് ഫ്രണ്ട് എന്നുള്ള ഒരു ലക്ഷ്മിയോട് സംസാരിച്ചു. പക്ഷേ ലക്ഷ്മി അത് കോണ്ടന്റായിട്ട് മാറ്റിയതാണ്. അതല്ലായിരുന്നു ആ വീട്ടിൽ അത്രയും വലിയൊരു, അത് രാത്രി എനിക്ക് തോന്നുന്നു ഒരു 12:30, ഒരു 1:30-2 മണിയായി, ഐ ഡോണ്ട് റിമെമ്പർ ദ ടൈം. ആ സമയത്താണ് ഏറ്റവും വലിയ ഫൈറ്റ് ആക്കിയത്. അത് ലക്ഷ്മിയാണ് അത് അത്ര എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോയത്.
അനുമോളുടെ പെർഫോമൻസ് എന്തോ അനുമോൾ കുറച്ച് എക്സ്റ്റെന്റ് വരെ ഫേക്ക് ആണ്. ഞാൻ അനുമോളുടെ തന്നെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അനുമോൾ ഒരു കുലസ്ത്രീ പരിവേഷമൊക്കെ ഇടുന്നുണ്ട്. ഇവൻ അത് ഞാൻ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. മാത്രമല്ല അനുമോളോട് ഞാൻ എപ്പോഴും കളിയൊക്കെ വിളിക്കും വെനമോൾ എന്ന്. കാരണം അനുമോൾ എവിടെയൊക്കെ കിട്ടുന്നുണ്ട് അവിടെ എല്ലാം ഒന്ന് ചീറ്റാൻ നോക്കുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞാലും എനിക്കൊരു ടോം ആൻഡ് ജെറി വൈബാണ് അനുമോളോട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ വൈൽഡ് കാർഡ് രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പം അതില് നിങ്ങൾക്ക് പോയിട്ട് ഒന്നും ചെയ്യാനും പറ്റിയില്ല, അല്ലെങ്കിൽ രണ്ടാഴ്ചക്കുള്ളിൽ പുറത്തായി. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും തോന്നുന്നു? അതുകൊണ്ട് ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട്. കാരണം അൺഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ആ വീടിനകത്തുണ്ട്. ഇവൻ വൈൽഡ് കാർഡിൽ നിന്ന് വന്ന ആൾക്കാർ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സബുമാൻ ഞാൻ ആ വീട്ടിൽ കണ്ടിട്ടില്ല. ഇവൻ സബുമാൻ ചെയ്ത് ഞങ്ങൾക്കൊരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് തോന്നുന്നു ലൈറ്റ്സ് ഓഫ് ആവും. അപ്പൊ തന്നെ സബുമാൻ വന്ന് കിടന്നുറങ്ങും. അതിനുശേഷമാണ് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ കോൺവെർസേഷൻ നടക്കുന്നതും ഏറ്റവും കൂടുതൽ ഗെയിമുകൾ നടക്കും. പക്ഷെ ആളൊന്നും ഒരു പാർട്ടല്ല, ആൾക്കാരോട് ആരോട് സംസാരിക്കാറല്ല. ഇവരെനിക്ക് ഭയങ്കര അൺഫെയർ ആയിട്ട് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് തോന്നിയത് ഒരു മോർണിംഗ് ടാസ്ക് 15 മിനിറ്റ്സ് സബുമാന് കൊടുത്തു. ഞങ്ങൾ വൈൽഡ് കാർഡ്സിന് ആർക്കും ആ ഒരു 15 മിനിറ്റ്സ് തന്നിട്ടില്ല. കാരണം 2 പ്രാവശ്യം ഒന്ന് ചിരിയുടെ ടാസ്ക് കൊടുത്തു, പിന്നെ അല്ലാതെയും കൊടുത്തിരുന്നു. ബോഡി കാണിക്കുന്നു. ആ ടാസ്കിൽ നിങ്ങളത് ഔട്ട് എങ്ങനെ വന്നെന്നുള്ളതൊന്നും ഞാൻ എപ്പിസോഡ് കണ്ടിട്ടില്ല. കാരണം ആ എപ്പിസോഡിൽ തന്നെ സബുമാൻ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. അറിയാൻ നോക്കിയപ്പോൾ ഞങ്ങളെ പറയുന്നത് അത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ പ്രവീണിന്റെ അല്പത്തരം നിങ്ങൾ മനസ്സിലായില്ലേ? അവൻ പറയണ എന്താ, ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പലതും നടക്കുന്നുണ്ട്. ആ കണ്ടന്റ് ഒന്നും ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നില്ല. അവിടെ അനുമോള് കണ്ടത് സത്യമാണ്. അനുമോള് കണ്ട അതിനേക്കാളും കൂടുതൽ ആര്യനായിട്ടും ഗിസേലായിട്ടും അവിടെ കെട്ടിമറച്ചിലുണ്ട്. അവരേതായുള്ള ഗെയിം നടക്കുന്നുണ്ട്. അവരേതായുള്ള ഉമ്മ വയ്ക്കലും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്നാണ് ഇവൻ പറയണത്. ഇവൻ വന്നിട്ട് ഒരാഴ്ചയിലായുള്ളൂ. അതാ ഞാൻ പറഞ്ഞു, ഇവൻ കാളക്കൂടെ വിഷമാണെന്ന് പറഞ്ഞത്. ഇവൻ ഈ എന്തൊക്കെ ഊഹിച്ചെടുക്കുന്ന അറിയാം. ഇവനവിടെ നിന്ന് എത്രയും പെട്ടെന്ന് എടുത്ത് ദൂരെ എറിഞ്ഞത് ബിഗ് ബോസ് നല്ല കാര്യം. നിങ്ങളൊക്കെ ഇവനൊക്കെ ഒരു നല്ലൊരു മത്സരാർത്ഥിയാണെന്ന് വിചാരിച്ചിട്ട് 10 രൂപ കിട്ടിയോട്ടെ, 4 ആൾ അറിഞ്ഞോട്ടെ, ഒരു ഫെയിം കിട്ടിയോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കടത്തി വിട്ടു ഇവനെയൊക്കെ. എന്നിട്ടൊക്കെ ഇപ്പോൾ എന്തുണ്ടായി? കോടികൾ കാണുന്ന ബിഗ് ബോസിനെ ടാറടിച്ച് കാണിക്കാൻ ഇവൻ പുറത്തിറങ്ങിയിട്ട് ഈ ഒരാഴ്ച നിന്നിട്ട് 2 ആഴ്ച നിന്നിട്ട് ഇവൻ വന്നിട്ട് ഈ നാരിതരം പറയണത്. ബിഗ് ബോസ് പല കാര്യങ്ങളും പ്രേക്ഷകരെ കാണിക്കുന്നില്ല. കിസേലും ഇത്രയും മോഹൻലാൽ എല്ലാവരും കണ്ട് അവിടെ അങ്ങനെ ഒരു പ്രശ്നം അവർ തമ്മിലില്ല എന്നുള്ള തീരുമാനമായിട്ടുള്ള ആ കാര്യം ഇവൻ വന്നിട്ട് പറയുന്നത് അവിടെ പലതും നടക്കുന്നുണ്ട്. നീയും പോയിട്ട് പലതും നടത്തിയുള്ള വ്യക്തിയല്ലടാ കൂതറേ. ഞാനൊരു ബിഗ് ബോസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഈ വക വർത്തമാനങ്ങൾ പുറത്ത് വന്ന് പറയണത്? ഒന്നുമില്ലെങ്കിലും നിന്റെ ആ പൈസ പാസ്സായി വന്നിട്ട് വരുന്നവരെങ്കിലും നിനക്കൊന്ന് വായടിച്ചിരുന്നൂടെ? ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ബിഗ് ബോസിൽ പോണത് എന്തിനാണ്? നീ ഹിന്ദി ബിഗ് ബോസ് തൊട്ട് ഞാനിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ ഹിന്ദി ബിഗ് ബോസ് മുതൽ എത്രയോ നീ ജനിച്ചപ്പോൾ തൊട്ട് ബിഗ് ബോസ് കാണുന്ന ആളല്ലേ. ഇതാണോ ബിഗ് ബോസിൻ്റെ ഉള്ളിലത്തെ കളി? നിന്നേക്കാണ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കളിക്കാൻ കൊണ്ടുപോയത്? ഇത് ബിഗ് ബോസിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധമാണ് ഇവനുള്ള ആൾക്കാരൊക്കെ കളിക്കാൻ കൊണ്ടുപോകണത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും പറയാറുള്ളതാണ്, ഒരു വർക്ക്ഷോപ്പ് ഇടുക. ഈ നിങ്ങൾ സെലക്ട് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. എന്നിട്ട് കുറച്ച് കണ്ടന്റും ഒരു ടാസ്കൊക്കെ കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ ഈ നാറികൾ എങ്ങനെ കളിക്കുന്നുണ്ടെന്ന് നോക്കുക. അതിൻ്റെ ഉള്ളിൽ കളിച്ച് നല്ല വിജയിച്ച് നല്ല അസൽ വാക്ക് സാമർത്ഥ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബിഗ് ബോസിൻ്റെ വീട്ടിലേക്ക് കടത്തി വിട്ടാൽ മതി. അല്ലെങ്കിൽ ഓൾറെഡി സ്പോട്ടിൽ കട്ട് ചെയ്തിട്ട് വേറെ ആൾക്കാരെ എടുക്കണം. അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് 3 പേര് ഈ യൂട്യൂബേഴ്സിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയണ്ട. അവരിങ്ങനെ നന്നായി സംസാരിക്കും. അവരിങ്ങനെ വ്ളോഗ് ചെയ്യാനുള്ളൂ. അവർക്ക് റേഡിയോ പോലെ അങ്ങോട്ട് പറഞ്ഞാൽ പറ്റില്ല. ആർക്കും ഇങ്ങോട്ട് തിരിച്ച് പറയാൻ പറ്റില്ലല്ലോ. ഇവർ ഭംഗിയായി സംസാരിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ വിചാരിക്കും ഇവൻ ചെന്ന് കഴിഞ്ഞാൽ ഇവൻ തകർക്കും, ഇവൻ കിടുവാണ്, ഇവൻ സൂപ്പറാണ്, ഇവൻ പൊളിക്കും എന്ന് വിചാരിച്ചിട്ട് അവനെ സെലക്ഷൻ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ വിടും. ഇതുപോലെയുള്ള മന്ദബുദ്ധികളും ഇതുപോലെയുള്ള ആൾതാമസം ഇല്ലാത്തവരും ഇതുപോലെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നതൊന്നും മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.